ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് UK എത്തിയിട്ടുള്ള ഇൻ്റർനാഷണൽ നേഴ്സസ് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഇൻക്ലൂഡിങ് നമ്മളുടെ മലയാളം ഉൾപ്പെടെയുള്ള ധാരാളം നേഴ്സസാണ് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലുമൊക്കെ അവർ ഇവിടെ UK നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നേടിക്കഴിഞ്ഞാൽ ആ ഒരു പാത്വേയിൽ കൂടി ഓസ്ട്രേലിയയിലേക്ക് ഈസി ആയിട്ട് ഈ നേഴ്സസിന് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ UK എത്തിയിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ ഓസ്ട്രേലിയയിൽ എത്തി ഇപ്പോൾ അവർ ജോലി നോക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ജൂലൈ 2024 ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ ഒരു പാത്വേ അവർ നിർത്തലാക്കി. അതായത് ഓസ്ട്രേലിയയിലേക്ക് ഇനിയിപ്പോൾ ഒരു നേഴ്സ് ചേരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ OSCE ഇതൊക്കെ പാസ്സായിട്ട് രജിസ്ട്രേഷൻ നേടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടേക്ക് ഒരു ജോലിക്ക് വേണ്ടി അവർക്ക് പോകാൻ സാധിക്കത്തുള്ളായിരുന്നു. നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. അവിടെ ധാരാളം നേഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് നേഴ്സസിനെ കിട്ടാതെ വന്നത് ഇതൊരു ലോങ് പ്രോസസ്സാണ്. 6 to 1 year ആണ് ഒരു നേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ പോകേണ്ടുന്നത്. അതിൽ കൂടുതലാണ് സമയമെടുക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓസ്ട്രേലിയക്ക് അവർക്ക് ആവശ്യത്തിന് നേഴ്സസിനെ കിട്ടാതെ വന്നു. ഈ ഒരു UK നിന്ന് അല്ലെങ്കിൽ അയർലൻഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് ധാരാളം നേഴ്സസിനെ ഓസ്ട്രേലിയയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ജൂലൈ മാസത്തിൽ അവർ നിർത്തലാക്കി. അപ്പോൾ അതിനുശേഷം ഓസ്ട്രേലിയയിൽ ഇപ്പോഴേ നേഴ്സസിൻ്റെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ 2024 അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ പുതിയ ഒരു പദ്ധതിക്ക് കൂടി രൂപം കൊടുത്തു. 2025 ഏപ്രിൽ മാസത്തോടു കൂടി ഇപ്പോഴേ UK-യിലോ അയർലൻഡിലോ കാനഡയിലോ സ്പെയിനിലോ അല്ലെങ്കിൽ US-ലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ നേഴ്സാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1800 hours എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോഴും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഡയറക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നേടാം എന്നുള്ള ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, UK-യിൽ അല്ലെങ്കിൽ അയർലൻഡിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ടൊക്കെ നോക്കിയിരുന്ന ആൾക്കാർ ഈ ഒരു രജിസ്ട്രേഷൻ നിർത്തലാക്കിയതോടെ അവർക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് അവിടെ പുതിയ വീടൊക്കെ മേടിച്ച് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നല്ല കാലാവസ്ഥ നല്ലതാണ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സാലറിയൊക്കെയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോൾ UK-യിലോ അയർലൻഡിലോ ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഈ ഒരു ഏപ്രിൽ 2025 മുതലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിങ് അവർ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, കാരണം നിങ്ങൾ IELTS അല്ലെങ്കിൽ OET ഒക്കെ പാസ്സായി OSCE ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ 1 വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. 1800 hours 1800 hours നിങ്ങളിവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ UK-യെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന നേഴ്സസിന് നമുക്കറിയാം ഇവിടെ വലിയ വിഷയങ്ങൾ ഒന്നും തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർ പറയുന്നത് പറഞ്ഞാൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് നല്ലതാണെന്ന്, ചിലർ പറയുന്നത് UK ആയിരുന്നു ബെറ്റർ എന്ന്. നമുക്കറിയാം, UK-യിലെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോശമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുറച്ചുകൂടെ ബെറ്റർ ഓസ്ട്രേലിയ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവർ ഇപ്പോൾ പോയിട്ടുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള പല ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും എത്തപ്പെട്ടിട്ടുള്ളത് റൂറൽ ഏരിയകളിലാണ്. അതായത് നമുക്കിപ്പോൾ സിഡ്നിയിലോ മെൽബണിലോ പെർത്തിലോ ഒക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലണ്ടനിൽ ജീവിക്കുന്ന അതേ ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇവിടുന്ന് നമ്മൾ പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏൺ ചെയ്യാം, മിച്ചം പിടിക്കാം എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെന്ന് വീഴുന്നത് മെൽബണിലോ അല്ലെങ്കിൽ പെർത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സിഡ്നിയിലോ വലിയ വലിയ സിറ്റികളിലാണ്. അങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ആ ഒരു സിറ്റികളിലാണ് നിങ്ങൾ എത്തപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിച്ചം പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുള്ള കാര്യം കൂടി അവരിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് UK-യിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ ഒരു റൂറൽ ഏരിയകളിലാണ് ചെന്ന് എത്തപ്പെടുള്ളത്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ജോലി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം മിക്കവാറും ഈ ഒരു നേഴ്സായിട്ട് പോലുള്ളത് വൈഫാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1
മണിക്കൂർ 2 മണിക്കൂറൊക്കെ ദൂരെയായിരിക്കും അവരുടെ ഹോസ്പിറ്റൽ. അപ്പോൾ അവരെ കൊണ്ടുവിടാനായിട്ട് ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും, തിരിച്ചു വരേണ്ടതായിട്ട് വരും, കുട്ടികളെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുള്ളത് പല ആൾക്കാരും നമ്മളോട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കുന്നുണ്ട്. അവരെപ്പോഴും പറയുന്നത് വെതർ വൈസ് നമ്മൾ നോക്കുമ്പോൾ UK-കാട്ടിൽ ബെറ്റർ വെതറാണ്, അതുകൊണ്ട് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ കുറച്ച് നാൾ ഇവിടെയൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ എവിടെയൊക്കെ നമുക്ക് മാറി മാറി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അതുപോലെ കാണും. ഇനിയിപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയി താമസിക്കുന്നത്, ഇപ്പോൾ ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാനഡയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ UK-യിൽ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ UK-യിൽ ജോലി കളഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണം, അങ്ങനെ ആരും നിർബന്ധം പിടിക്കേണ്ടത് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം. എന്തായാലും ഇപ്പം UK-യിൽ വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്ന് കുതിച്ചിരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 6 മാസമായിട്ട് അവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു ഹാപ്പി ന്യൂസാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഏപ്രിൽ 2025 മുതൽ ഇനിയിപ്പോൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ നേടിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുതിയ ഒരു നിയമം കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര യോഗ്യതയുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്കായിട്ട് IQRNS ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സസിന് പുതിയൊരു രജിസ്ട്രേഷൻ പ്രക്രിയ അവതരിപ്പിക്കുന്നതിലൂടെ ഓസ്ട്രേലിയ ആരോഗ്യ സേവനങ്ങളിലുടനീളമുള്ള ജീവനക്കാരുടെ സമ്മർദ്ദം അവർക്ക് കുറയ്ക്കാനാകും. 2024 സെപ്റ്റംബർ മാസത്തിൽ ഓസ്ട്രേലിയയുടെ ആരോഗ്യ മന്ത്രി ഒരു പുതിയ രജിസ്ട്രേഷൻ മാനദണ്ഡം അദ്ദേഹം അംഗീകരിച്ചു. അന്താരാഷ്ട്ര യോഗ്യതയുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് പുതിയ രജിസ്ട്രേഷൻ ഇത് 2025 ഏപ്രിൽ മാസത്തിൽ പ്രാബല്യത്തിൽ വരും. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ അപേക്ഷകരുടെ സമയവും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ടൈമും ആ ഒരു പ്രോസസ്സിംഗ് പ്രക്രിയയും ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിക്കാണ് ഇപ്പോഴവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പരീക്ഷയോ മറ്റ് വിലയിരുത്തലോ ഉൾപ്പെടെയുള്ള നിലവിലെ ഈ ഒരു പ്രോസസ്സിങ്ങിന് ഏകദേശം 12 മാസം, 1 വർഷക്കാലം എടുക്കുന്നു. പക്ഷേങ്കിൽ അധിക സമയം ആവശ്യമാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. അതാണ് ഇപ്പോഴവർ 1 to 6 മന്തായിട്ട് കുറയ്ക്കാൻ പോകുന്നത്. അതായത് ഇനിയിപ്പോഴും UK-യിൽ നിന്നോ അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നോ കാനഡയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ സ്പെയിനിൽ നിന്നോ ഒക്കെയുള്ള ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് ഒരു രജിസ്ട്രേഷൻ നേടണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ഓൾറെഡി ഇതൊക്കെ പാസ്സായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്നുള്ള ആ ഒരു പ്രക്രിയയാണ് വീണ്ടും ഇപ്പോൾ ഓസ്ട്രേലിയ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഇപ്പോൾ UK-യിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. എന്നാലും ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതിരുന്ന കഴിഞ്ഞ 5-6 മാസമായിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ന്യൂസിലൻഡ് പാത്വേയൊക്കെ നിർത്തലാക്കിയതിന് ശേഷം പോകാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക്, പോകാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു പുതിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴ് ഉടലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് UK ആണോ നല്ലത് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണോ നല്ലത്, അങ്ങനെയൊക്കെ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ധാരാളം ഫ്രണ്ട്സാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നത്. അവരോട് നിങ്ങൾക്ക് ചോദിച്ച് നോക്കാം അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കുമോ. ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ദൂരീകരിക്കാനായിട്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് UK-യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴേ പുതിയ നിയമം വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.